ഉണക്കപ്പയറും കായ്ത്തൊലിയും വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ്, ഒരു തോരനാണ് നമ്മൾ വെക്കാൻ പോണത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1/2 ഗ്ലാസ് ഉണക്കപ്പയർ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകിയിട്ട് അതിൽ നന്നായി വെള്ളം ഒഴിച്ച് ഒരു 2 മണിക്കൂർ നേരം കുതിരാനായിട്ട് വെക്കുക. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്ന 3 കായയുടെ തൊലി അത് ചെറുതാക്കി കഴുകിയിട്ട് ചെറുതാക്കി അരിഞ്ഞ് അതും വയ്ക്കാം. 2 മണിക്കൂറിന് ശേഷം ഈ പയർ കഴുകിയിട്ട് നമുക്കൊരു കുക്കറിലിട്ട് ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് വെള്ളവും ഈ പയർ മുങ്ങാവുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് നമുക്ക് കുക്കർ അടച്ച് അതിന്മേൽ വെയിറ്റും വെച്ച് സ്റ്റവ് ഓൺ ആക്കാം. എന്നിട്ടത് വിസിൽ വരുമ്പോൾ ഒരു 3-4 വിസിൽ അടിച്ച് കഴിയുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിടാം. അപ്പോൾ ഗ്യാസൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം വെയിറ്റ് എടുക്കാൻ പാകത്തിനാവില്ലേ, അപ്പോൾ നമുക്ക് അതിലോട്ട് എന്നാലും വെള്ളം ഉണ്ടാവും കുറച്ച്. അപ്പോൾ ആ വെള്ളത്തിലോട്ട് തന്നെ നമുക്ക് ഈ പയറും വെള്ളമൊക്കെ ഉണ്ടാവും, അതിലോട്ട് തന്നെ നമുക്ക് അരിഞ്ഞു വെച്ച കായത്തൊലി ഇടാം. പിന്നെ വെള്ളം ഒഴിക്കണ്ട. എന്നിട്ട് നമുക്ക് ഒന്നും കൂടെ അടച്ച് വെയിറ്റ് വെച്ച് ഗ്യാസുമ്മ വയ്ക്കാം, സ്റ്റവിൽ വയ്ക്കാം. എന്നിട്ട് ഒറ്റ വിസിൽ വന്നാൽ പിന്നെ ഓഫ് ചെയ്തിടാം. പിന്നെ അത് വെന്തിട്ടുണ്ടാവും കേട്ടോ. പിന്നെ നമുക്കിത് കാച്ചാനായിട്ട് കുറച്ച് ചുവന്നുള്ളിയും വെളുത്തുള്ളി എടുക്കുക, അത് ചെറുതാക്കി അരിഞ്ഞിട്ട് അതുപോലെ 2-3 തണ്ട് വേപ്പിൻ്റെ ഇല എടുക്കണം. എന്നിട്ട് നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ച് ഓയിൽ ഒഴിച്ച് അത് ഒന്ന് ചൂടായി വരുമ്പോൾ ഈ വെളുത്തുള്ളി അതുപോലെ ചുവന്നുള്ളിയൊക്കെ ഇട്ട് മൂപ്പിച്ച് അതുപോലെ 2-3 തണ്ട് കറിവേപ്പില ഇട്ട് നന്നായി മൂത്ത് വരുമ്പോൾ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ കുറച്ച് മുളക് പൊടിയും ഇട്ട് കൊടുക്കുക. അപ്പം എരിവ് ഇത്തിരി മുന്നേ നിൽക്കുമ്പോൾ സംഭവം നല്ല ടേസ്റ്റാട്ടോ. എന്നിട്ട് അതൊന്ന് വഴറ്റി മൂത്ത് വരുമ്പോൾ നമുക്ക് ഈ വേവിച്ച് വെച്ച കായും പയറൊക്കെ ഉണ്ടല്ലോ, കായല്ല കായത്തൊലിയും പയറുണ്ടല്ലോ, അത് ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൽ വെള്ളം ഉണ്ടെങ്കിൽ വെള്ളം കളയൊന്നും വേണ്ട, അതിലിരുന്ന് വറ്റിക്കോട്ടെ. കുറച്ച് വറ്റുമ്പോൾ കുറച്ചൊന്ന് ഡ്രൈ ആക്കണം. അവ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തോരൻ കിട്ടും. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.